ബഹുമാനപ്പെട്ട ജഡ്ജസിനും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിവിടെ സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന വിഷയത്തെക്കുറിച്ചാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സൂക്തത്തിലൂടെ മാനവികതയുടെ സന്ദേശം പകർന്നു നൽകിയ സന്യാസി വര്യനായ പ്രവാചകനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ലോക ജനതയ്ക്കായി മഹാഗുരു പകർന്നു നൽകിയ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന മഹത്തായ സന്ദേശം എക്കാലത്തും ഏത് രാജ്യത്തും വിലപ്പെട്ടതും ഏതു സമുദായത്തിന്റെയും സാംസ്കാരിക വികസനത്തിന് അത്യന്തം വിലപ്പെട്ടതുമായ ഒരു മഹത്തായ ആശയമാണത്. 1888 ഗുരുവിനെ സംബന്ധിച്ച് ഒരു ചരിത്ര വിസ്ഫോടനമായിരുന്നു അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ എന്ന് വേണം പറയാൻ. അന്ന് സമൂഹത്തിൽ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉച്ചനീചത്വങ്ങളും നടമാടിയിരുന്ന കാലം. ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്താൻ ഒരുങ്ങിയപ്പോൾ അവിടെ തടിച്ചുകൂടിയ ചില യാഥാസ്ഥിതികരായ ആളുകൾ ഗുരുവിനെ ചോദ്യം ചെയ്തു. തന്നെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയവരോട് ഗുരു ഇപ്രകാരം അരുൾ ചെയ്തു: നാം സ്ഥാപിക്കുന്നത് ഈഴവ ശിവനെയാണ്. ഗുരുവിന്റെ ഈ മറുപടി കേട്ട അവിടെ തടിച്ചുകൂടിയ ആളുകൾ നിശബ്ദരായി മടങ്ങിപ്പോയി എന്ന് വേണം പറയാൻ. ഇന്നും അരുവിപ്പുറത്തെത്തുന്ന ഭക്തലക്ഷങ്ങൾക്ക് ഗുരു സുവർണ ലിപികളിൽ കുറിച്ചിട്ട വാക്കുകൾ ദർശിക്കാനാകും. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അന്ന് സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിനോ സ്വത്താർജിക്കുന്നതിനോ എന്തിന് സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുവാൻ പോലും അവകാശമില്ലാതിരുന്ന കാലം. ഗുരു ഉപദേശിക്കുകയുണ്ടായി: നമുക്കിനി വിദ്യാലയങ്ങളും വായനശാലകളുമാണ് ആവശ്യം. നമുക്ക് ജാതിയുമില്ല, മതവുമില്ല. നമുക്ക് ഒരേ ഒരു ജാതിയേയുള്ളൂ, അതാണ് മനുഷ്യജാതി. ജാതിമത വ്യത്യാസമില്ലാതെ നാം സംഘടിച്ച് ശക്തരായി, വിദ്യ കൊണ്ട് പ്രബുദ്ധരായി, ആൺപെൺ വ്യത്യാസമില്ലാതെ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്ന് ഒരേ മനസ്സോടെ, ഒരേ ലക്ഷ്യത്തോടെ, ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിന്റെ ഉർവരതയിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏകലോക മാനവികത പുലരണം. ഈ ലക്ഷ്യം പ്രാപ്തീകരിക്കുന്നതിനായി ഗുരു 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. അന്നത്തെ സമുദായ ആചാര്യന്മാരായിരുന്ന മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, മഹാത്മാ അയ്യങ്കാളി ഇവർക്കൊക്കെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നതിന് ഗുരുവിന്റെ SNDP യോഗവും ഗുരുവിന്റെ ദർശനങ്ങളും പ്രചോദനമേകി എന്ന് വേണം പറയാൻ. അകത്തളങ്ങളിൽ കഴിയേണ്ടിയിരുന്ന നാം ഇന്ന് സംഘടിച്ച് ശക്തരായി, വിദ്യ കൊണ്ട് പ്രബുദ്ധരായി, ലോകത്തിന്റെ സമസ്ത കർമ്മ മണ്ഡലങ്ങളിൽ, വൈദ്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെല്ലാം നാം ഇന്ന് ജ്വലിച്ചു നിൽക്കുകയാണ്. കാളവണ്ടി യുഗത്തിൽ നിന്നും നാം ഇന്ന് സ്പുട്നിക് യുഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഗുരു സ്ഥാപിച്ചത് ആധുനിക കേരളത്തെയാണ്, പ്രബുദ്ധ കേരളത്തെയാണ്, നവോത്ഥാന കേരളത്തെയാണ്. അജ്ഞതയിൽ നിന്നും അസൂയയിൽ നിന്നും ഉടലെടുത്ത അനന്തമായ ദുരാചാരങ്ങളുടെ ആവാസഭൂമായിരുന്ന ഭാരതത്തിൽ മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശം പകരാനായി ഭൂജാതനായ ഭാരതീയനായ മാനവിക SNDP യോഗത്തിന്റെയും സ്ഥാപകനാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. വിശ്വമാനവികതയുടെ വിശാലതയിൽ തുടച്ചു നീക്കാൻ കഴിയാത്ത കാൽപ്പാടുകളാണ് ശ്രീനാരായണ ഗുരുദേവന്റേത്. 2026 ഓഗസ്റ്റ് 1 ജർമ്മനിയിലെ യോഗവിദ്യാശ്രമത്തിൽ ഗുരുവിന്റെ ദൈവദശകം ജർമ്മൻ ഭാഷയിൽ 350 വിദേശികൾ ചേർന്ന് ആലപിക്കുകയുണ്ടായി. അഭിമാനത്തോടെ പറയട്ടെ, ശ്രീനാരായണ ഗുരുദേവൻ വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന നാമം ഇവിടെ അന്വർത്ഥമാവുകയാണ്. ഗുരുദേവന്റെ തൃപ്പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.